ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇന്ന് ക്വിക്ക് ക്വിസിന്റെ ആദ്യത്തെ എപ്പിസോഡാണ്. പുതിയൊരു സീരീസ് ആണ്. ക്വിക്ക് ക്വിസ് എന്ന് വെച്ചാൽ ടപ്പേന്ന് 7 ചോദ്യങ്ങൾ. അതായത് നിങ്ങളോട് 7 ചോദ്യങ്ങൾ ചോദിക്കും. ഒരു പേനയും പേപ്പറും എടുത്തോ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വീഡിയോയുടെ അവസാനം അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ അവസാനം ഉത്തരം പറയുന്നതായിരിക്കും. ഓക്കെ, എങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, സേവറി സമോലീന പോറിച്ച്. പേര് കേട്ട് പേടിക്കണ്ട. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ, രാവിലെ നമ്മൾ സാധാരണ കഴിക്കാറുള്ള ഒരു ഭക്ഷണ പദാർത്ഥത്തിന്റെ പ്രാതലിന്റെ ഇംഗ്ലീഷ് പേരാണ്. ഇത് മലയാളികളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിലും നമ്മൾ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് എനിക്ക് തീരെ ഇഷ്ടമല്ല. കഴിഞ്ഞ NSS ക്യാമ്പിന് പോയപ്പോഴത്തേക്കും എനിക്ക് ആശ്വാസമായത് ഈ ഒരു ഭക്ഷണം അവിടെ ഇല്ലെന്ന് കേട്ടപ്പോഴാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഭക്ഷണമാണ്. ആണല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു ഭക്ഷണ പദാർത്ഥത്തിന് മോഹൻലാലിന്റേതായ ഒരു പ്രത്യേക ഇംഗ്ലീഷിൽ ഒരു സിനിമയിലൂടെ പേര് പറയുകയും അത് പിന്നീട് ഹിറ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ തന്നെ അതെ, അതേ പേരിൽ തന്നെ ഒരു സിനിമ ഇറങ്ങിയിട്ടുമുണ്ട്. ബിജു മേനോനാണ് അതിലെ നായകൻ. എന്തായാലും ഏതാണ് ആ ഭക്ഷണ പദാർത്ഥം എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. സേവറി സമോലീന പോറിച്ച് എന്ന ഇംഗ്ലീഷ് പേരുള്ള ആ ഭക്ഷണ പദാർത്ഥം, അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ നീ വേണമെങ്കിൽ തുടങ്ങിക്കോ. രണ്ടാമത്തെ ചോദ്യം, അതായത് തെക്കൻ കേരളത്തിൽ നടന്നു വരുന്ന ഒരു ആചാരമാണ് ഇത്. അതായത് രൗദ്രഭാവത്തിലെ ദേവി അസുരനെ വധിക്കുന്നതാണ് ഈ ആചാരം കാണിക്കുന്നത്. പക്ഷെ ഈ ആചാരം ഈ അടുത്ത് കേരളം ഒട്ടാകെ, തെക്കൻ കേരളമല്ല, കേരളം ഒട്ടാകെ പ്രശസ്തമായത് വേറൊരു രീതിയിലാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലത്ത് ഇപ്പോഴും നന്നായിട്ട് ചാടുന്ന എല്ലാവർക്കും അറിയാമോ? ഇപ്പൊ ഭയങ്കരമായിട്ട് എല്ലാരും അറിയുന്ന നമ്മുടെ കേരളത്തിൽ ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു ആചാരത്തെ കുറിച്ച് അറിയാം. എല്ലാവരും ചിലപ്പോഴൊക്കെ ജാതിമത വ്യത്യാസമില്ലാതെ അല്ലേ എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു ആചാരമാണ്. അതെ, എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു ആചാരമാണ്. അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് എങ്ങനെയാണ് മമ്മൂട്ടി ആയത്, അല്ലെങ്കിൽ ആ പേര് കിട്ടിയതിന്റെ കുറിച്ചും മുഹമ്മദ് കുട്ടി മമ്മൂട്ടി ആയതിനെ കുറിച്ചുമുള്ള രസകരമായ സംഭവവും ആ പേരാരാണ് നിർദ്ദേശിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊച്ചിയിൽ വെച്ച് നടന്ന ഒരു ചടങ്ങില് മമ്മൂട്ടി പറയുകയുണ്ടാവുകയും ആ വ്യക്തിയെ പരിചയപ്പെടുത്തുകയൊക്കെ ഉണ്ടായി. അതുമൊക്കെയായിട്ടല്ല ചോദ്യം. അപ്പൊ പത്രവാർത്തകളിൽ വന്നത് മുഹമ്മദ് കുട്ടി AKA മമ്മൂട്ടി എന്നൊക്കെയാണ്. പത്രത്തിൽ വന്നത് അങ്ങനെയാണ്. അപ്പൊ ആ AKA എന്താണ് അതിന്റെ ഫുൾ ഫോം എന്നതാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. മുഹമ്മദ് കുട്ടി AKA മമ്മൂട്ടി എന്നതിലെ ആ AKA എന്താണ് അതിന്റെ ഫുൾ ഫോം? അത് വേണമെങ്കിൽ പറയാം. നിഷാൻ AKA ചിക്കടി, അതുപോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ AKA എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്, അതിന്റെ ഫുൾ ഫോം? തേർഡ് ക്വസ്റ്റ്യൻ. അടുത്തെന്ന് പറയുന്നത് ഈ എക്സർസൈസ് ഒക്കെ. നിഷാൻ, എക്സർസൈസ് ആ ഒരു ചോദ്യം ഓർക്കുന്നുണ്ടോ? നമ്മള് എക്സർസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വ്യായാമം ഒക്കെ, നമ്മുടെ ബോഡി ഒക്കെ നനക്കി കഴിയുമ്പോൾ നമ്മൾ വേർക്കും. ആ വിയർത്ത് കഴിയുമ്പോൾ ജിമ്മന്മാർക്കൊക്കെ അറിയാം, അപ്പൊ നമ്മുടെ ബോഡിക്ക് ഒരു പ്രത്യേക തിളക്കം കിട്ടും. എങ്ങനെയാണല്ല വിയർപ്പൊക്കെ കാരണമായിരിക്കും, അല്ലല്ല സിക്സ് പാക്ക്, അതായത് വിയർപ്പൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു പ്രത്യേക തിളക്കം കിട്ടും. അതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ എക്സർസൈസ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ ആകും, അത് വർദ്ധിക്കും. അതൊക്കെ കൊണ്ടാണ് ഈ ഒരു ഗ്ലോ ഉണ്ടാകുന്നതെന്നാണ്. പ്രത്യേക പേര് പറയാറുണ്ട്. നമ്മളിങ്ങനെ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള ഒരു ഗ്ലോ തോന്നാൻ കാരണമായ ആ ഒരു പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ അതിന് ഒരു പേരുണ്ട്. അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അഞ്ചാമത്തെ ചോദ്യം ഞാൻ പറയാം. നീ അതിന് പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അതായത് ഇംഗ്ലീഷ് ABCD എത്ര അക്ഷരമുണ്ട്? ABCDയിലോ 4 അക്ഷരം. ABCD. ഇംഗ്ലീഷിൽ എത്ര അക്ഷരമുണ്ട്? ഇംഗ്ലീഷിലോ ENGLISH ഉണ്ട്. 7 അക്ഷരമുണ്ട്. അപ്പോ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ മൊത്തം എത്ര അക്ഷരങ്ങളുണ്ട്? 26 അക്ഷരം. 26 അക്ഷരങ്ങളുണ്ട്. അപ്പൊ ആ 26 അക്ഷരങ്ങളിലെ നടുക്കത്തെ, അതായത് മിഡിലെ 2 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ABCD അല്ലേ?
ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് ചോദ്യം. അതാണ് നിന്റെ അഞ്ചാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം ഞാൻ തന്നെ ചോദിച്ചോട്ടെ, ചോദിച്ചു. കാരണം നീ അവരുടെ കൂടെ ഓക്കെ ചോദിച്ചല്ലോ. ഓക്കെ അങ്ങനെ. അതായത് നമ്മളെ ഭാരതരത്ന അതാദ്യം കിട്ടിയ മലയാളി നമ്മൾ ആരെ ഓർത്ത് വെക്കുന്നത്? നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി MGR. MG രാമചന്ദ്രൻ. എം ജി രാമചന്ദ്രനെയാണ് നമ്മൾ കൂടുതലും ഓർത്തത്. പക്ഷെ കുറെ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് MGR ഒരു മലയാളിയല്ല, അദ്ദേഹം കേരളത്തിൽ ജനിച്ചതേ ഉള്ളൂ. അദ്ദേഹം പൂർണ്ണമായ ഒരു തമിഴ്നാട്ടുകാരനാണ്. തമിഴ്നാടിന് CM ഒക്കെ ആയല്ലോ, പൂർണ്ണമായിട്ടൊരു തമിഴ്നാട്ടുകാരനാണ്. അതുകൊണ്ട് മലയാളിയായിട്ട് കൂട്ടാൻ പറ്റില്ലെന്ന് ഒരു തർക്കമൊക്കെ ഉണ്ട്. പക്ഷെ ഭാരതരത്ന കിട്ടിയ രണ്ടാമത്തെ മലയാളി അത് മലയാളിയാണെന്ന് യാതൊരു തർക്കവുമില്ല. ആ മലയാളി 2024 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത്. തൊട്ടടുത്ത അതും മരണാനന്തരമായിട്ടാണ് ഭാരതരത്ന ലഭിച്ചിരിക്കുന്നത്. മരണാനന്തരമായിട്ടാണ് ഭാരതരത്ന ലഭിച്ചത്. തൊട്ട് മുമ്പത്തെ വർഷം, സോറി 2026 ആയല്ലോ. ഓ, ആ തമാശ പറയാൻ വേണ്ടി മാത്രം. മുമ്പത്തെ വർഷം അല്ലല്ലോ, 2024 ഭാരതരത്ന ലഭിച്ച ഒരു സംശയവുമില്ലാത്ത മലയാളി ആരാണ്? അല്ലെ, സംശയമില്ലാത്ത മലയാളി എങ്കില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആ ചോദ്യം. ഇപ്പോഴാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കാലവും തെരഞ്ഞെടുപ്പ് ആ അന്തരീക്ഷവും ആ തെരഞ്ഞെടുപ്പ് പാരഡികളുടെ ഒക്കെ ഒരു മാറി വരുന്ന ഒരു സമയം. അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ. ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ കേട്ടുവന്നൊരു സംഭവമാണ്, പലർക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കെട്ടിവെക്കേണ്ടി വന്ന പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് പത്രത്തിലൊക്കെ കണ്ടൊരു വാർത്തയാണ്. പലർക്കും അവർ കെട്ടിവെച്ചിരിക്കുന്ന കാശ് പോലും തിരിച്ചു കിട്ടിയില്ല എന്നുള്ളത്. അപ്പൊ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഇത്തരത്തില് കെട്ടിവെക്കുന്ന കാശ് തിരികെ ലഭിക്കണമെങ്കിൽ അതിനൊരു മാനദണ്ഡം കാണുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിവെച്ച കാശ് ഒരാൾക്ക് ഇലക്ഷനിൽ തിരിച്ചു കിട്ടാൻ അടിസ്ഥാനത്തിലാണല്ലോ? ആ, വോട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അതിനൊരു പ്രത്യേക കണക്കും മാനദണ്ഡവും ഒക്കെ ഉണ്ട്. വോട്ടിന്റെ 3% കിട്ടിയാൽ മാത്രമേ കെട്ടിവെച്ച കാശ് അവർക്ക് തിരിച്ചു കിട്ടിയുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചെങ്കിൽ അവൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ആൻസർ പറയുമ്പോ അത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നാ കരുതി. അപ്പം 7 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. 7 ക്വിക്ക് ക്വസ്റ്റ്യൻസ്. നമുക്കിനി അതിന്റെ ഉത്തരങ്ങളിലേക്ക് ഇപ്പൊ തന്നെ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ അത് ദൂരെയൊന്നുമല്ല, നമ്മുടെ ആലുമൂടിന്റെ തൊട്ട് ഫ്രണ്ടിലെ 6, പക്ഷെ വളരെ തീരത്ത്, പക്ഷെ വളരെ മനോഹരമാണ്. ദാ തെങ്ങുകളും നമ്മുടെ ആലുമൂടിന്റെ തൊട്ട് ഫ്രണ്ടാണ്. ആലുമൂട് അമ്മച്ചിയെ കാണാൻ വന്നപ്പോഴാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മള് ജസ്റ്റ് വീഡിയോ എടുത്തു എന്ന് മാത്രമാണ്, അല്ലേ? ഇപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അല്ല, ഒന്നാമത്തെ ചോദ്യം സേവറി സെമോലിന പോറിഡ്ജ്. അത് ശരിക്കും ഇംഗ്ലീഷ് ആവുന്നല്ല, സോൾട്ട് ഉപ്പ്, മാംഗോ ട്രീ മാവ്, ഉപ്പ് മാവാണ് ആ സേവറി സെമോലിന പോറിഡ്ജ് എന്ന ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ആ ഭക്ഷണം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഭക്ഷണം. പിന്നെ പലപ്പോഴും നമ്മള് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഉപ്പുമ, അങ്ങനെ ഉപ്പുമാവെന്നല്ല ഉപ്പുമ എന്ന് നമുക്ക് ഇംഗ്ലീഷിലൊക്കെ പറയാറുണ്ട്. അപ്പൊ ഉപ്പുമാവാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ദേവി അസുരനെ വധിക്കുന്ന ആ ആചാര്യൻ, ജാതി മതം അങ്ങനെ പറഞ്ഞല്ലോ നമ്മള് എല്ലാ ജാതിക്കാരും കാണുന്ന ആ ആചാരം വേറൊന്നുമല്ല, കളങ്കാവൽ. യെസ്, മമ്മൂട്ടി വില്ലനായും വിനായകൻ നായകനുമായുള്ള ആ ആചാരം. സോറി, ആചാരത്തിന്റെ പേര് കളങ്കാവൽ എന്ന് തന്നെ. ഇപ്പം അത് കൂടുതൽ ചർച്ച ചെയ്യാൻ കാരണം കളങ്കാവൽ എന്ന സിനിമ വന്നതുകൊണ്ട് അതാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നീയല്ലേ പറഞ്ഞേ? മൂന്നാമത്തെ ചോദ്യം അതെ, മമ്മൂട്ടി മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി AKA മമ്മൂട്ടി എന്നതിന് AKA ഓൾസോ നോൺ ആസ് AKA. ഫൺ ഫാക്ട് എന്ന് വെച്ചാൽ ഇതേ ചോദ്യം നമ്മളെ പണ്ടത്തെ ഒരു സിനിമ ക്വിസിൽ ചോദിക്കുന്നത്. അപ്പൊ ഓൾസോ നോൺ ആസ് ആണ് AKA. നിഷാൻ ഓൾസോ നോൺ ആസ് ഡിഗ്രി, അപ്പൊ AKA ഓൾസോ നോൺ ആസ്. അടുത്ത ചോദ്യം നീ തന്നെ. അടുത്ത ചോദ്യം ഞാൻ തന്നെയല്ലേ ചോദിച്ചത്. എക്സസൈസ് നമ്മൾ വിയർക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു ഗ്ലോ തോന്നും. ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോസ്റ്റ് റൺ ഗ്ലോ. പോസ്റ്റ് റൺ ഗ്ലോ. യെസ്, പോസ്റ്റ്
റൺ ഗ്ലോ. നമ്മൾ ഓടി തളർന്നതിന് ശേഷമുള്ള ഒരു ഗ്ലോ. ആ രീതിയിലായിരിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഗ്ലോ ഉണ്ടാകുന്നതിനൊക്കെ കാരണം. ആ പ്രക്രിയയാണ് പോസ്റ്റ് റൺ ഗ്ലോ. അപ്പൊ അടുത്ത ഞാനല്ലേ, അടുത്ത ഞാൻ മറ്റേ ആൽഫബറ്റ് ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ നടുക്കത്തെ 2 അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇപ്പൊ 26 ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉണ്ട്. അതിന്റെ പകുതി 26ന്റെ പകുതി 13. അപ്പൊ 13ഉം 14ഉം ആയിരിക്കും നടുക്കത്തെ 2 നമ്പേഴ്സ്. അപ്പൊ ഏതൊക്കെയാണ് സോറി നമ്പേഴ്സ് അല്ല, ലെറ്റേഴ്സ്. ഏതൊക്കെയാണ് ലെറ്റേഴ്സ്? എമ്മും എന്നും. എം എൻ ആണ് അതിന്റെ ഉത്തരം. എനിക്ക് എന്നും വളരെ ഇഷ്ടാട്ടോ. അടുത്ത ചോദ്യം. അടുത്തത് ഭാരതരത്നം. അതായത് ഭാരതരത്നം കിട്ടിയ 1ാമത്തെ മലയാളി MGR. 2ാമത്തെ മലയാളി ആരാണെന്നായിരുന്നു നമ്മൾ ചോദിച്ചത്. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ. മറ്റാരുമല്ല, MS സ്വാമിനാഥനാണ്. അദ്ദേഹത്തിന് 2024 മരണാനന്തരം ഭാരതരത്ന ലഭിച്ചിട്ടുണ്ടായിരുന്നു. MS സ്വാമിനാഥനാണ് ഭാരതം ലഭിച്ച 2ാമത്തെ മലയാളി. അവസാനത്തെ ചോദ്യം നീയാണ്. അവസാനത്തെ ചോദ്യം ഞാനാണ് ചോദിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെട്ടിവെച്ച കാശ് തിരികെ ലഭിക്കണമെങ്കിലുള്ള മാനദണ്ഡം. അതിനാണ് ഈ ഉത്തരം നീ പറഞ്ഞു. ഒരു വെറൈറ്റി. ഉത്തരം പറഞ്ഞു. അതെ, 6/1% അല്ലേ? എനിക്ക് അറിയായിരുന്നു. 1/6, 6ൽ 1 ഭാഗം. വോട്ടിന്റെ 6ൽ 1 ഭാഗം പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. യെസ്. അപ്പൊ 6ൽ വോട്ടിന്റെ ആകെ വോട്ടിന്റെ 6ൽ 1 ഭാഗമെങ്കിലും ആ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നു. എങ്കിൽ മാത്രമേ കെട്ടിവെച്ച കാശ് തിരിച്ച് കിട്ടുകയുള്ളൂ. ഓക്കെ. അപ്പോ 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. 7 ഇപ്പൊ തന്നെ ഉത്തരം പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ക്വിക്ക് ക്വിസ് എത്രണ്ണം നിങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ കമന്റ് ചെയ്യുക. അപ്പോ ഇതുപോലെ തന്നെ വ്യത്യസ്തമായ സ്പോട്ടുകളിൽ നിന്ന് ഇത്തരത്തിൽ വ്യത്യസ്തമായ 7 ചോദ്യങ്ങളുമായി ക്വിക്ക് ക്വിസിന്റെ അടുത്ത പാർട്ടുകളായി ഞങ്ങൾ വരുന്നതായിരിക്കും. നിന്നും മീനിഷിലാരിന്റെ തീരത്ത് നിന്നും നിശാനൊപ്പം